സ്വന്തമായി ശക്തമായ വോട്ട് ബാങ്ക് പോലുമില്ലാത്ത ഒരു പാർട്ടി. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി തുടർച്ചയായി UDFനെ തോൽപ്പിക്കുന്ന സാഹചര്യം വർഷങ്ങളായി ആവർത്തിക്കുകയാണ്. പക്ഷെ അതിലും അതിശയകരം, ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നിട്ടും കോൺഗ്രസ് തന്നെ കൈവശമുള്ള വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ PJ ജോസഫിന് മുന്നിൽ വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കുന്നുവെന്നാണ്. UDFിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണ സീറ്റ് പങ്കിടൽ ചർച്ചയല്ല. കോൺഗ്രസ് പാർട്ടി സ്വന്തം ശക്തി കേന്ദ്രങ്ങൾ പോലും ഘടക കക്ഷികൾക്ക് മുന്നിൽ അടിയറവ് വെക്കുന്ന രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ തുറന്ന പ്രകടനമാണ്. കോൺഗ്രസിന്റെ ഈ മൃദു നിലപാടാണ് PJ ജോസഫിനെ വീണ്ടും മേശയിൽ കൈയിടിച്ച് ഭീഷണി മുഴക്കുന്ന രാഷ്ട്രീയ ശൈലിയിലേക്ക് നയിക്കുന്നത്. സ്വന്തമായി ജയിക്കാൻ പോലും കഴിയാത്ത ഒരു പാർട്ടിക്ക് കോൺഗ്രസിന്റെ വിജയമണ്ഡലങ്ങൾ ഇനിയും വിട്ടു നൽകേണ്ട കാര്യം എന്താണെന്ന ബോധം കോൺഗ്രസിന് ഇനിയും വന്നിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ ഗൗരവകരമായ നീക്കുപോക്കുകൾ നടത്തിയില്ലെങ്കിൽ UDFിന്റെ ജയസാധ്യതയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജോസഫ് വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നതും കഴിഞ്ഞ തവണ മത്സരിച്ചതും UDFിന്റെ ഉറച്ച ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നു. തൊടുപുഴയും കടുത്തുരുത്തിയും ഒഴികെ മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിന്റെ പേരിൽ മാത്രം പരാജയപ്പെട്ടു. ഇത്തവണയും കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, കോതമംഗലം, തിരുവല്ല സീറ്റുകളിൽ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിൽ പരാജയം ഉറപ്പ്. അതേസമയം ഈ സീറ്റുകളിലൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയം ഉറപ്പ്. പക്ഷേ ഈ സീറ്റുകൾ വിട്ടു നൽകാനോ മറ്റേതെങ്കിലും സീറ്റുകളുമായി നീക്കുപോക്കിനോ PJ ജോസഫ് തയ്യാറല്ല. സാധാരണ ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. കക്ഷികളുടെ വോട്ടും ഒപ്പം UDFിലേക്ക് മറ്റു പാർട്ടികളുടെ വോട്ടും കൂടി ചേർത്താൽ വിജയിക്കാമെന്നതാണ് കീഴ്വഴക്കം. പക്ഷേ കേരള കോൺഗ്രസിന് അങ്ങനെയൊരു വോട്ട് ബാങ്ക് തൊടുപുഴയിൽ പോലുമില്ല. പകരം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി മത്സരിച്ച് പിന്നീട് കോൺഗ്രസിനോട് വിലപേശുന്നതാണ് ജോസഫിന്റെ ശൈലി. ഫലത്തിൽ UDFിൽ കോൺഗ്രസ് പാർട്ടി വെള്ളവും വളവും നൽകി കേരള കോൺഗ്രസിനെ വളർത്തണമെന്നതാണ് ജോസഫിന്റെ ഡിമാൻഡ്. അതിനായി സീറ്റ് ചർച്ചകളുടെ ഘട്ടത്തിൽ പല പിടിവാശികളും മേശമേലടിക്കുന്നത് പോലുള്ള ഭീഷണികളും ഒക്കെ പയറ്റുന്നത് ജോസഫിന്റെ പതിവ് തന്ത്രം. നിലവിൽ ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ വിട്ടു നൽകാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. 8 സീറ്റുകൾ വേണമെന്നതാണ് അവരുടെ നിലപാട്. ചങ്ങനാശ്ശേരിയും തിരുവല്ലയും കൂടി വിട്ടുകിട്ടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കോൺഗ്രസ് നേതാക്കൾ കർശന നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ജോസഫ് മുതലെടുപ്പ് നടത്തുമെന്ന കാര്യവും ഉറപ്പ്. മറിച്ച് കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചാൽ ജോസഫിന് മുമ്പിൽ മറ്റു മാർഗങ്ങളുമില്ല. 1000 പ്രവർത്തകർ തികച്ചില്ലാതെയാണ് ജോസഫിന് കഴിഞ്ഞ തവണ കോട്ടയം പാർലമെന്റ് സീറ്റ് വിട്ടു നൽകിയത്.